ഇന്ന് ഏപ്രിൽ 26 തൃശ്ശൂർ പൂരം. അപ്പോൾ തൃശ്ശൂർ പൂരം കാണുക എന്ന് പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ വെടിക്കെട്ട് ദുരന്തം നമുക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമായിട്ടുണ്ട്. അവരെല്ലാവരും നമ്മൾ ഓരോ പൂരപ്രേമികളും നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ പൂരം കാണാൻ പോകുന്നത്. പൂരം കാണാൻ പോവുക എന്ന് പറഞ്ഞത് വളരെ എളുപ്പമാണ്, പക്ഷേ അവിടെ എത്തിപ്പെടേണ്ട പാടാണ് പെടാപ്പാട്. റൗണ്ട് ചുറ്റാൻ തന്നെ സത്യം പറഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് നമ്മൾ നല്ല പോലെ വടക്കുന്നാഥനും തൊഴും. ആ പന്തലൊക്കെ വൃത്തിയിലും കാണും. ഓരോ പന്തലിൻ്റെ സൈഡും നമ്മൾ ഒരു 10 പ്രാവശ്യമെങ്കിലും കറങ്ങേണ്ടി വരും. കാരണം നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടണമല്ലോ. പാർക്കിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കടമ്പയാണ് പൂരം കാണാൻ പോയി കഴിഞ്ഞാൽ. കണ്ടില്ലേ, പ്രത്യേകിച്ച് സൺഡേ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. വൈകുന്നേരം ആയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എന്തൊക്കെയാണ് വൈകുന്നേരത്തെ കാഴ്ചകളെന്നൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പന്തൽ ആദ്യത്തെ പന്തലാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും മാത്രമായിട്ടുള്ളൊരു പന്തലാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ പന്തലെത്തി. രണ്ടാമത്തെ പന്തലും സാധാ ടൈപ്പ് പന്തലാണ്. ശരിക്കും പന്തൽ കാണാൻ വേണ്ടി മാത്രം എത്രയോ എന്താ പറയുക സ്റ്റേറ്റുകളിൽ നടക്കം തൃശ്ശൂർ പൂരത്തിന് വരുന്നവരുണ്ട്. പൂരം കാണാനല്ലെങ്കിലും പന്തൽ കാണാൻ വേണ്ടി മാത്രം. ഞങ്ങളവിടെ അങ്ങനെ 1-2 പേരെ പരിചയപ്പെട്ടു കേട്ടോ. അവർ ഈ പന്തൽ കാണാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. ഈ പന്തലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല പല രൂപങ്ങളും കാര്യങ്ങളൊക്കെ മാറി മാറി വരുന്ന തരത്തിലുള്ളൊരു 3D ടൈപ്പായിരുന്നു കേട്ടോ. ശരിക്കും വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം തന്നെ ഒരു വെറൈറ്റി ആണല്ലോ. അപ്പോൾ പിന്നെ ആ പന്തലുകളും വെറൈറ്റി ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഞങ്ങൾ നേരെ പോകുന്ന വടക്കേ സ്റ്റാൻഡിലേക്കാണ്. ഞങ്ങൾ വടക്കൻ ചെയ്ത് നേരെ വന്ന് വടക്കേ സ്റ്റാൻഡിൽ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് പാർക്ക് ചെയ്തു. അപ്പോഴേക്കും എന്താ അവിടുന്ന് വീട്ടിൽ നിന്ന് ചേച്ചിയും ചേട്ടനും അമ്മയും പിള്ളേരൊക്കെ കൂടിയിട്ട് അവിടേക്ക് വന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ശരിക്കും നമ്മുടെ ശക്തൻ്റെ തട്ടകത്ത് തന്നെയാണ് നിൽക്കുന്നത്. ആ ഈ കാണുന്നതാണല്ലോ നമ്മുടെ ശക്തൻ കൊട്ടാരം. അപ്പോൾ ശക്തൻ്റെ കൊട്ടാരത്തിൽ തന്നെ വന്ന് ഫ്രണ്ടിൽ തന്നെ വന്ന് പാർക്ക് ചെയ്തു. അവിടെ നിന്ന് നടക്കാം എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു ഇനി നമ്മൾ എവിടെ എത്തണമെന്ന് ആലോചിക്കാൻ വയ്യ. കാരണം വേറെ വഴിയില്ല, വണ്ടി പാർക്ക് ചെയ്യണമല്ലോ. ഞങ്ങൾ വടക്കേ സ്റ്റാൻഡ് വഴി ഇങ്ങനെ പോവാണ്. മക്കളെ, വടക്കേ സ്റ്റാൻഡ് പണ്ടത്തെ വടക്കേ സ്റ്റാൻഡ് അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിടന്നതാണെന്നറിയോ? ഇപ്പോൾ ശരിക്കും സൗകര്യമായിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് ബസ് സ്റ്റാൻഡായിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ടുണ്ട് ഈ വടക്കേ സ്റ്റാൻഡ് കണ്ടിട്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പം അമ്മ പറയണത് നീ എന്തി പറയണത് ഇതൊക്കെ എങ്ങനെയായിട്ട് എത്രയോ നാളായിന്ന്. പോകുന്ന വഴിയിൽ ഞങ്ങൾ മലയാള മനോരമയുടെ ഒരു ആനക്കാഴ്ചയിൽ കയറിയിട്ടാണ്. ആനക്കാഴ്ച എന്ന് പറഞ്ഞിട്ട് അപൂർവ ആന ഫോട്ടോ പ്രദർശനം. ഈ നിൽക്കുന്ന ആനേനെ ഇതേത് ആനയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതിയിടണം. അപ്പോൾ സമ്മാനം നേടൂ എന്നാണ് പറഞ്ഞിരിക്കണേ. ഞങ്ങൾ പറ്റാവുന്ന ആനകളുടെ പേരൊക്കെ എഴുതി വിട്ടിട്ടുണ്ട് കേട്ടോ. അവസാനം ഗുരുവായൂർ കേശവൻ നടക്കം ഞാൻ എഴുതി വിട്ടിട്ടുണ്ട്. അടുത്തത് കണ്ട ആനത്തൂക്കം പ്രവചിക്കൂ, ആനയെ സമ്മാനമായി നേടൂ. ഈ ആനയുടെ തൂക്കം എന്ന് പറഞ്ഞൊരു 1 കിലോ എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. അമ്മ പറഞ്ഞു 1.5 കിലോ എന്ന്. മൊത്തത്തിൽ ഞങ്ങൾ എല്ലാ തൂക്കം കൊണ്ട് എഴുതിയിട്ടുണ്ട്. 10 താഴെ എല്ലാ തൂക്കം കൊണ്ട് എഴുതി വിട്ടിട്ടുണ്ട്. കെടുക്കട്ടെ എന്നും പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ പൂര സമയത്ത് നമുക്കെല്ലാവർക്കും തരാൻ പറ്റിയൊരു ഗെയിമായിരുന്നു കേട്ടോ ആനയുമായി ബന്ധപ്പെട്ടത്. ഈ നിൽക്കുന്ന ആനേനാണ് നമ്മൾ പ്രവചിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഈ ആന ഏതാണെന്നുള്ളത് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ നീലണ്ണ മാറി ഒരേ തന്നെ വിലാസത്തിലോട്ട് പേര് മാറ്റി എഴുതി വെച്ചു കുറേ. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ബിനി ടൂറിസ്റ്റ് ഹോമിലോട്ട് കയറി. പണ്ടത്തെ ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്നത് വെറും ബാറ് മാത്രമേ ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അത് കാണിച്ച് വെച്ചിരിക്കുന്നത് കാണണം. ശരിക്കും നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഒരു ബാറും നമുക്ക് ആ ഏരിയയിലേക്ക് നോക്കാൻ പാടില്ലാത്തൊരു ഏരിയ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ബിനി ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിട്ടുണ്ട്. ശരിക്കും അതിനുള്ളിലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ഒരു വല്ലാത്തൊരു കണ്ട എന്തൊക്കെയോ നിഗൂഢതകൾ മറയുന്ന പോലത്തെ ഒരു സംഭവം. നിറയെ ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പൂരം കാണുക എന്നതിനേക്കാളും ഉപരി KFCയുടെ ഓഫർ ആനിവേഴ്സറി ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം, എന്നിട്ട് കുറച്ച് ബക്കറ്റ് ചിക്കൻ മേടിക്കണം എന്നൊക്കെയായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഞങ്ങളിത് ആ പൂരപ്പറമ്പിലേക്ക് വേഗം നടക്കുകയാണ്. ഈ ഒരു വിശറി കണ്ടോ, ഇതാണ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ വർഷത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഐസ്ക്രീം വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അങ്ങോട്ട് വലിയല്ലോ. പിന്നെ അത് മാത്രമല്ല നല്ല ചൂടായതുകൊണ്ട് ഐസ്ക്രീം ഒരു നിർബന്ധമാണ്. എല്ലാവരും സിംഗിൾ മേടിച്ചു, ഞാൻ മാത്രം റെയിൻബോ മേടിച്ചു. റെയിൻബോയ്ക്ക് 3 ഫ്ലേവർ കിട്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാത്രമാണ് ആ ഒരു 70 റുപ്പീസ് ഐസ്ക്രീം വെറുത്തായതിട്ടാ. കുരങ്ങൻ്റെ പോലെ കപ്പലണ്ടി അവിടെ ഇവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കണം എൻ്റെ ചേച്ചി. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ നിന്ന് നടയിലെത്തിയപ്പോൾ ചുക്ക് കാപ്പിയും കരിങ്കാലി വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ചുക്ക് കാപ്പി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മൂകാംബിക ദേവീനെ ഓർമ്മ വന്നു. കാരണം മൂകാംബിക ദേവിയുടെ അവിടെ പോയി രാത്രി കഴിക്കുന്ന ഒരു പാനീയത്തിൻ്റെ ടേസ്റ്റാണ് അത് ശരിക്കും. അപ്പോൾ ഞങ്ങൾ
ഞങ്ങളത് കുറച്ച് കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കരിങ്ങാലി വെള്ളം എടുത്ത് കുടിച്ചു. ദാഹം മാറ്റാനായിട്ട് എന്തായാലും ഈ ചെയ്യുന്നത് ഭയങ്കര പുണ്യപ്രവൃത്തിനായിട്ട് തോന്നിയിട്ടാണ്. പിന്നെ RKGകാരുടെ വിശറിയാണ് നമുക്ക് തന്നത്. എല്ലാവരുടെ കൈകളിൽ നിന്ന് ഇളകുന്നുണ്ടായിരുന്നു. RKGകാർ ഞങ്ങളൊക്കെ നിർത്തി കുറേ വീഡിയോസൊക്കെ എടുത്തുട്ടാ. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വീശുന്നത് കണ്ടതുകൊണ്ടാണോന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഞങ്ങൾ വൈറലായ ആരും തെറ്റിദ്ധരിക്കരുത്. പിന്നെ കുറച്ച് നേരം നമുക്ക് വടക്കുന്നാഥൻ്റെ ഉമ്മറത്ത് പോയിട്ട് ഇരുന്നില്ലെങ്കിലും മോശമല്ലേ എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ നേരം അങ്ങോട്ട് ഇരുന്നു. എന്താ ഒരു ഗാംഭീര്യമായിരുന്നു പറയും ഞങ്ങൾക്ക്. നമ്മുടെ വടക്കുന്നാഥൻ്റെ അമ്പലം അതിൻ്റെ ചേർന്ന് ഞങ്ങളിങ്ങനെ ഇരിക്കുക. ആ ഒരു ദീപസ്തംഭമൊക്കെ കണ്ടോ, എന്താ ഒരു ഭംഗിയില്ലേ. ശരിക്കും വടക്കുന്നാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തൃശ്ശൂരുകാരൻ്റെയും ഹൃദയത്തിൽ തന്നെയാണ് കേട്ടോ. ആ ഒരു ദീപസ്തംഭവും ആ ഒരു ഗോപുരമൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ കുളിർമ വരും ശരിക്കും. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഭയങ്കര വീശലാണ് കേട്ടോ. പക്ഷേ നടക്കുമ്പോൾ നമുക്കധികം ചൂടൊന്നും ഫീൽ ചെയ്യണ്ടായിരുന്നില്ല. പിന്നെ രാത്രിയാണല്ലോ. പിന്നെ തേക്കിൻകാടിൻ്റെ ഉള്ളിൽ എപ്പോഴാണെങ്കിലും നമുക്ക് കാറ്റിങ്ങനെ അനുഭവപ്പെടും. നല്ല മരങ്ങൾ നിൽക്കുന്ന ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ എന്നാലും ഞങ്ങൾ വിശറി കിട്ടിയതല്ലേ എന്നും പറഞ്ഞിട്ട് വെറുതെ അത് ഉപയോഗിക്കാണ്ടിരിക്കുന്ന മോശമല്ലേ എന്നും പറഞ്ഞ് വീശണതാട്ടാ. അത്രയ്ക്ക് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കുറച്ച് നേരം രണ്ടുപേരും കൂടിയിട്ട് കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എന്തൊക്കെയോ പറയാണ്. ഇത് വടക്കുന്നാഥൻ എന്ന് പറഞ്ഞ ആ ഒരു അമ്പലത്തിൻ്റെ മുൻപിലുള്ള ഒരു പന്തലാണ് കേട്ടോ. പിന്നെ നമ്മൾ പുറകു തിരിഞ്ഞ് എല്ലാ പന്തലുകളും എടുത്തു. ഇത് നമ്മുടെ പാറമേക്കാവ് ദേവിയുടെ ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിനേക്കാളും ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വിട്ടുപിടിച്ചു എവിടേക്ക്, ഹൈലൈറ്റ് മാളിലെത്തി വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങളുടെ ഉദ്ദേശം എന്താണ്, ബക്കറ്റ് ചിക്കൻ KFCയിൽ. പക്ഷെ ഞങ്ങളിവിടെ മൈതാനത്തിലൊക്കെ നടന്നു കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയായിരുന്നു ബക്കറ്റ് ചിക്കൻ പോയിട്ട് അവിടെ പറയില്ല നമ്മൾ പൂച്ച കിടന്നിടത്തൊരു പൂട പോലും ഉണ്ടാവില്ല, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴേക്കും തിരക്കിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷേ ഓർഡർ എടുക്കൽ നിർത്തി. ഞങ്ങൾ വിട്ടു കൊടുക്കില്ലല്ലോ. ഞങ്ങൾ നേരെ ബേസ്മെൻ്റ് അല്ല ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയി ഫുഡിൻ്റെ കൗണ്ടറിലോട്ട് കയറി. അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടുകൂടി കയറി പോവാണ് കേട്ടോ മുകളിലേക്ക്. ഇപ്പോൾ KFCയുടെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓഫറിൽ നമുക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളത്. എന്താ ഒരു തിരക്കായിരുന്നറിയോ. ഈ ജനങ്ങൾ മുഴുവതൊക്കെ എങ്ങനെ അറിഞ്ഞാവൂല്ലേ. അവിടെ എത്തി കഴിഞ്ഞാൽ ഞങ്ങൾ താഴോട്ട് പോയി 599 രൂപയ്ക്ക് 12 പീസ് ചിക്കൻ, പിന്നെ വിത്ത് കോള, സോസ്, ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം ഞങ്ങളെടുത്തു ഒരു ബക്കറ്റ് ചിക്കൻ ഫ്രൈ. ഇത് KFC അല്ല കേട്ടോ. പക്ഷേ KFCയുടെ അനിയനായിട്ട് വരും. പക്ഷെ നമ്മുടെ KFCയുടെ അടുത്ത് മുട്ടാനായിട്ട് ഒരാൾക്കും പറ്റില്ലല്ലോ. ഞങ്ങൾ നേരെ ടേബിളിൻ്റെ അവിടേക്ക് പോകുമ്പോഴേക്കും എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സീറ്റൊക്കെ പിടിച്ച് സെറ്റായിട്ട് എല്ലാവരും ഇരിക്കുന്നു കേട്ടോ. ഞങ്ങളങ്ങോട്ട് ചെന്നതും ബക്കറ്റിനൊക്കെ വലിച്ച് പറിച്ച് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. പ്ലേറ്റും പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ. പാവങ്ങൾ വിചാരിച്ച് KFC എന്നിട്ട് ഞങ്ങൾ പറ്റിച്ചവരെ. പക്ഷേ വിശപ്പിൻ്റെ വിളി കൊണ്ടാണെന്ന് അറിയില്ല, എല്ലാവരും നന്നായി സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും KFC കിട്ടാത്ത വിഷമം ഞങ്ങൾ ഏതോ ഒരു ചിക്കൻ ഫ്രൈ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വർഷം വരണ്ടേ KFCയുടെ ഒരു ആനിവേഴ്സറി ആവാൻ വേണ്ടിയിട്ട്. എന്തായാലും അടുത്ത പ്രാവശ്യം ഞങ്ങൾ ആനിവേഴ്സറിക്ക് മുമ്പ് തന്നെ പോയി വരി നിന്ന് സാധനം പിടിക്കുന്നുള്ള വാശിയിൽ തന്നെ അതൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോന്നു.